ഹലോ ഗായ്സ്, നമ്മളിപ്പോ നേരെ പോകുന്നത് ഒരു വാട്ടർഫോളിലോട്ടാണ്. നമ്മൾ ഒരു പ്ലാൻ ഇല്ലാതെ ഇറങ്ങി തിരിച്ച് നമുക്ക് ഊരുടപ്പുറം വഴി കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ പുല്ലാവൂർ വഴിയാണ് പോകുന്നത്. ഫോണൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബ്രേക്കിലെന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു JCB. ഗൈസ്, നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഗൈസ്, നമ്മൾ ഈ വണ്ടി കൊണ്ട് അതിനെ ഓവർടേക്ക് ചെയ്യാൻ പോകണം. നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. In 300 meters, slide right. റിയോ ഒരു ഓടാത്ത വണ്ടി കൂടെ ഇറങ്ങിയിരിക്കുക. നമ്മളെ സ്പോട്ട് ഇങ്ങോട്ടാണ്. ഓക്കെ, താഴോട്ട് ഇറങ്ങി കാണിച്ചു തരാം. ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് അരുവിക്കര ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിന്റെ കുളമാണെന്നാണ് തോന്നുന്നത്. കുളമല്ല, അരുവി അരുവി അരുവി. ശരിക്കാറുണ്ട് കപ്പിൾസ് ഉണ്ട്. ഞാൻ അവരൊക്കെ കാണിച്ചു തരില്ല, കാരണം അവര് വീട്ടിൽ പറയാൻ തോന്നിരിക്കുന്നതുകൊണ്ട് അത് ശരിയല്ല. തോന്നുന്നത് ഇതൊരു പാലമുണ്ട്. ഈ പാലത്തിന്റെ പേര് അരുവിക്കര, അവിടത്തുള്ള പാലാണ്. അരുവിക്കര പാലം തന്നെ. ക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടോ. ക്ഷേത്രത്തിന്റെ ബാക്ക് ഭാഗത്തിൽ ഇവിടെ. ഓക്കെ, ഇനി ഇതിന്റെ അപ്പുറത്തെ ഒരു സ്പോട്ടും കൂടെയുണ്ട്. അതെന്തായാലും നമ്മൾ കാണിച്ചു തരാം. ഒരു അപ്പൻ വരുന്നു ഗൈസ്. ഇന്ന് മനോഹരമാണല്ലേ കാണാൻ. നിനക്ക് എന്താണ് ഈ തോന്നുന്നത് കാണുമ്പോ? എനിക്ക് ആ ക്ലൗഡ് കാണുമ്പോ കണ്ട ക്ലൗഡ് വേറെ ലെവൽ. ഗൈസ്, നമ്മളങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് താഴോട്ട് പോകണം. ഇത് റബ്ബർ തോട്ടമാണ്. പക്ഷെ ഇത് നമ്മള് ഈരാറ്റിപുരം റിവർ വ്യൂ പോയിന്റ്, ടോപ്പ് വ്യൂ പോയിന്റിലാണ് നമ്മൾ പോണത്. കാരണം ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. ഇനി അങ്ങോട്ട് പോകാനും പറ്റും. 3-4 വഴിയുണ്ട് ഇവിടെ പോകാൻ. ഏതാണെന്ന് നോക്കിയിട്ടൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ചൂസ് ചെയ്ത് പോയി ഇതാണ്, ലെഫ്റ്റിലോട്ടാണ്. കാര്യം ഇതിൽ കൂടെ നേരത്തെ ഒരു അങ്കിൾ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ കൂടെ പോകുന്ന വിചാരിച്ചു. ഇവിടെ ഇച്ചിരി ആഴം ഉണ്ടായിരുന്നു. നോക്കിയൊന്നും പതുക്കെ ഇറങ്ങിയായിരുന്നു. സ്പോട്ടൊക്കെ ഉണ്ടോ? വൈബുണ്ട്, വേറെ ലെവലാണ്. ഓക്കെ, ഞങ്ങളങ്ങനെ നോർമലി നമ്മളൊരു റിവർ കാണാൻ പോകുമ്പോഴേ നോർമലി സ്ട്രെയിറ്റ് നിന്നേ കാണാൻ പറ്റുള്ളൂ. ഇത് കുറച്ചും കൂടെ ഉയർത്തി നിന്ന് കാണാൻ ചെയ്യാം. ഇവിടെ വല്ല ശരിക്കും നോക്കണ്ട കേട്ടോ. സൂപ്പറായിട്ട് സ്പോട്ടാണ്. ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അറിയാം ഈ ചില്ലകളൊക്കെ ഉപ്പുണ്ട്. ഫുള്ള് സൈഡ് അത്ര പാറയാണ് കേട്ടോ. ഗൈസ്, ഇവിടെ നല്ല രീതിക്ക് വെള്ളമുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇറങ്ങി കുളിക്കാൻ പാടാണ്. ഗൈസ്, ഞങ്ങൾ നേരത്തെ പോയ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു ലെഫ്റ്റിലൂടെ ഒരു പാതയുണ്ടായിരുന്നു, റോഡുണ്ടായിരുന്നു, വഴിയുണ്ടായിരുന്നു. ആ വഴിയിലോട്ട് ഇപ്പം ഇറങ്ങിയിരിക്കുക. ഇവിടെ കൂടെ എവിടെ എത്തുമെന്ന് നിങ്ങൾ കാണിച്ചു തരാം.
ഇപ്പോഴത്തെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളിത് ആദ്യമായിട്ടാണ് വിടുന്നത്. ഹിറ്റനായിട്ട് കിടക്കുന്ന പ്ലേസ് ആണ്. പക്ഷെ കുറച്ച് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചല്ല, നല്ല ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പം വരുന്നെങ്കിൽ കറക്റ്റായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നത് നല്ലതായിരിക്കും. കാര്യം ഇവിടെ ഏത് ഭാഗത്ത് ഇറങ്ങണം, ഏത് ഭാഗത്ത് ഇറങ്ങണം, ഏത് കൂടെയാണ് നമുക്ക് സേഫായിട്ട് നിൽക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഹൈറ്റ് ഉണ്ടായിട്ട് ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞത് ഈരാറ്റിപുരം റോക്ക് പോയിന്റ്, വ്യൂ പോയിന്റ്. ആക്ച്വലി അവിടെ നിന്ന് നമ്മൾ ആദ്യം കാണിച്ചതല്ലേ, കുറച്ച് അങ്ങോട്ട് അവിടെയാണ് ഒറിജിനലായിട്ട് നമ്മൾ മേളിലാണ് തുടങ്ങുന്നത്. നമുക്ക് ഇവിടെ നിൽക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഹിഡൻ സ്പോട്ടാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഓക്കെ ഗായ്സ്, പിന്നെ നമുക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കാരണം അത്രയും ഹൈ റിസ്ക് ഏരിയയാണ്, അത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ നീന്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിലവിൽ അവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഈ ഒരു പ്ലേസ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, അത് കണ്ടു വന്നാലും പക്ഷേ ഇവിടെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ മഫ്തി പോലീസ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നോട്ട് എ സേഫ് പ്ലേസ്. ഗൈസ്, ഇവിടുത്തെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു പ്ലേസ് അല്ല. ഫ്രണ്ട്സ് വന്നാലും ഒത്തിരി സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡേഞ്ചർ പ്ലേസ് ആയതുകൊണ്ട് മേ ബി ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിടാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ ഗൈസ്, ഇതാണ് ഈരാറ്റിപുരം. കറക്റ്റ് പറഞ്ഞാൽ ഇത് പണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. ഇപ്പോൾ പിന്നെ അകത്ത് ആരെയും കടത്തി വിടുന്നില്ല. എന്തോ ഇവിടുത്തെ എന്തോ പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ്. നേരത്തെ നമുക്ക് വഴി തെറ്റിപ്പോയി അപ്പുറത്തെ സൈഡിൽ പോയതാണ് നമ്മൾ ആദ്യം ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ്. ഓക്കെ, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെയാണ്, ഈരാറ്റിപുരം റോക്ക് പാർക്ക്. ഓക്കെ, ഞാൻ ചെയ്യാം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഒരു നല്ല രീതിക്ക് ഒരു ചെറിയ ഒരു ഫോറസ്റ്റ് റേഞ്ച് പോലെ തന്നെയാണ്, വലിയ രീതിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഞാൻ ബാക്കിയൊക്കെ പരിചയപ്പെടുത്തരാം ഈ സ്ഥലത്തിൻ്റെ. കാരണം അവിടെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇറങ്ങി പോകാൻ പറ്റി, അവിടുത്തെ സ്പോട്ടിൽ നിൽക്കാൻ പറ്റി. അവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ ഇഷ്യൂസുള്ള ഏരിയ എന്നല്ല, ഇഷ്യൂസ് ഒന്നും പറയാൻ പറ്റത്തില്ല, അവിടെ ഒന്നും പോകാൻ പാടില്ല. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസ്. ഇങ്ങോട്ട് പറയുന്നത് അവിടുത്തെ സാറ് ആളുകളൊക്കെ പറഞ്ഞത്. നമ്മളിങ്ങോട്ട് വന്നു വരുന്നെങ്കിൽ ഇവിടെ നിന്ന് സ്പോട്ട് ചെയ്തിട്ട് നല്ല വ്യൂ പോയിൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ അങ്ങ് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാരണം ഫസ്റ്റ് നമ്മളെ സേഫ്റ്റിയാണ് പ്രധാനം. ഓക്കെ, കേസ് ഈ കാണുന്ന പ്ലേസ് ഉണ്ടോ, ഇതാണ് കറക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റിയൊരു സ്ഥലം. നേരത്തെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ്, പക്ഷേ നിങ്ങൾ വന്നാലും നിങ്ങൾ നേരെ ചെന്ന് പെടുന്നത് ആ ഒരു പ്ലേസിലായിരിക്കും. പക്ഷേ കറക്റ്റായിട്ട് ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ. കേസ് ഈ ഒരു പ്ലേസിൽ ഒരു ചെറിയൊരു വഴിയുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാം. ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാണ് കറക്റ്റ് സ്പോട്ട്. ഇത് കണ്ടോ, ഈ ഒരു പൊസിഷനിലാണ് നേരത്തെ നമ്മൾ എത്തിയത്. അവിടെ നിന്നാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ വരാൻ വേണ്ടി നമ്മൾ ആളുകൾക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു, കുറച്ച് ടഫായിരുന്നു. ഏകദേശം പ്ലേസിൻ്റെ ഭംഗി കണ്ടോ. ഇപ്പോൾ ഇത് ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ, സൂക്ഷിച്ചൊക്കെയാണ് ഇവിടെ നിൽക്കാനും പോകാനൊക്കെ ഉള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈരാറ്റുപുരത്തിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി അപ്പുറത്തെ സൈഡ് ആ കാണുന്ന അക്കരെ എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പിന്നെ ഈ സൈഡാണ് കുറച്ച് സേഫ് ആയിട്ടുള്ള പ്ലേസ് എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് ടൂറിസത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അവിടെ ആരും ഇല്ല, ഫുള്ളും ഓപ്പൺ ആയിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അടിപൊളി പ്ലേസാണ്. അപ്പുറത്തൊക്കെ പ്രോഹിബിറ്റഡ് ഏരിയയാണ്, ആദ്യം അവിടെയാണ് കയറിപ്പോയത്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞ സ്പോട്ട്. കറക്റ്റ് ലൊക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ ഇട്ടുതരാം. കാരണം അവിടെ നിങ്ങൾ തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങ് പോവും. അടിപൊളിയാണ് ഇവിടെ, ശരിക്കും പറഞ്ഞാൽ നല്ല പീസ്ഫുൾ പ്ലേസ് ആണ്. ഇതിനെ വഴി കയറി വന്നാൽ മതി, നമ്മളെല്ലാ റെക്കോർഡിങ്സിലും ബാക്കി കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ, വേറെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ സൈഡാണ് കാണിക്കുന്നത്, അപ്പുറത്തെ സൈഡ്. പക്ഷേ അപ്പുറത്ത് ഭയങ്കര ഡേഞ്ചർ പ്ലേസ് ആയതുകൊണ്ട്
പോകാൻ പറ്റില്ല. നേരത്തെ ഏതാണ് ഈ കാണുന്ന പ്ലേസിൽ നമ്മൾ പോയതാണ് ആ സമയം. പിന്നീടാണ് ഞങ്ങൾ ഇത്രയും ഒരു 2-3 കിലോമീറ്റർ ചുറ്റിയാണ് നമ്മൾ ഇപ്പുറത്ത് ഈ സൈഡിൽ വന്നത്. അത് ഇവിടുത്തെ മീൻസ് ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ സൈഡിലാണ് വരാനുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഗൂഗിൾ മാപ്പ് നോക്കി നമ്മളും പണി കിട്ടിയോണ്ടാണ് ഞങ്ങൾ നിങ്ങളോടും പറയുന്നത് വരുമ്പം വഴി ചോദിച്ചു വരുന്നതൊക്കെ ഏറ്റവും പറ്റും. ഓക്കെ ഗൈസ്, ഈ പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേക ഒരു കാര്യമുണ്ട്. അതായത് ഗവൺമെൻറ് ഒരു പ്രോജക്റ്റാണ് 2.66 കോടി രൂപയ്ക്ക് തുടക്കമിട്ടതാണ്. പക്ഷേ ഇത് ഇതുവരെ ഒരു കംപ്ലീറ്റ് ആവാതെ പകുതി വഴി നിൽക്കുന്നത് പോലെ ഒരു രീതിയിലാണ് കിടക്കുന്നത്. പക്ഷേ നല്ലൊരു എക്കോ ടൂറിസമായിട്ട് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിലവിൽ ഒന്നും വന്നിട്ടില്ല. പിന്നെ എടുത്ത് പറയണമെങ്കിൽ പോലും ഇവിടെ ഒരു പുരോഗതി പോലും ഇല്ലാതെയാണ് കാണുന്നത്. ചുറ്റുപാടെ നമ്മൾ നോക്കുമ്പോഴും അങ്ങനെയാണ്. പക്ഷെ നല്ല സ്ഥലമാണ്. പക്ഷേ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ കണ്ടതാണല്ലോ എല്ലാം. മെയിൻലി ഇത് നമ്മൾ നെയ്യാർ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ് കേട്ടോ. പിന്നെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇവിടെ വരികയാണെങ്കിൽ 25 കിലോമീറ്റർ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഓക്കെ, ഇവിടെ നിന്നും ഞങ്ങൾ യാത്രയാകുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ദിസ് ഇസ് റിയോ ആൻഡ് ദിസ് ഇസ് സോമി.